വെബ്സൈറ്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടുകൾ തള്ളി CBSE. പുനർമൂല്യനിർണ്ണയ പോർട്ടലിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. യഥാർത്ഥ മൂല്യനിർണ്ണയമുള്ള വെബ്സൈറ്റ് സുരക്ഷിതമെന്നും CBSE വിശദീകരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, CBSE വെബ്സൈറ്റിന്റെ തകരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു വിശദീകരണം ഇപ്പോൾ CBSE തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം ഈ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അപഹരിക്കപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിലാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പോർട്ടലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് CBSE പറയുന്നത്. ഈ വെബ്സൈറ്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ വിശദീകരണം നടത്തിയിരിക്കുന്നത്. സാമ്പിൾ ഡാറ്റ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഈ വെബ്സൈറ്റ് എന്നുള്ളത്. മാത്രമല്ല, പോർട്ടലിൽ യഥാർത്ഥ മൂല്യനിർണ്ണയ ഡാറ്റയോ മാർക്കുകളോ ഇല്ല എന്നും CBSE പറയുന്നുണ്ട്. യഥാർത്ഥ മൂല്യനിർണ്ണയമുള്ള വെബ്സൈറ്റ് സുരക്ഷിതമാണ് എന്ന കാര്യം കൂടി CBSE അറിയിക്കുകയാണ്. വ്യാപകമായി ഈ CBSEയുടെ വെബ്സൈറ്റ് അതുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അച്യുതൻ. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.